ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം പേ ബാക്ക് പീരീഡ് എന്താണെന്ന് മനസ്സിലാക്കണം. പേ ബാക്ക് പീരീഡ് എന്താണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. 4 ലക്ഷം രൂപയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്. അതായത് നിങ്ങളൊരു ഷോപ്പ് തുടങ്ങാൻ പോവുകയാണെന്ന് കരുതുക. ഓക്കെ, ഈ ഷോപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ 4 ലക്ഷം രൂപ ഇനീഷ്യലായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. എന്നാലേ നിങ്ങൾക്ക് ഈ ഷോപ്പ് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ 4 ലക്ഷം രൂപ ഇടുന്നു. നിങ്ങൾക്ക് ഈ ക്യാഷ്, അതായത് ഈ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് എപ്പോൾ റിട്ടേൺ കിട്ടും, അതായത് എത്ര വർഷത്തിനുള്ളിൽ റിട്ടേൺ കിട്ടും. ഇതാണ് എന്ത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നമ്മളിട്ട ഈ 4 ലക്ഷം നമുക്ക് എത്ര വർഷത്തിനുള്ളിൽ റിട്ടേൺ കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 4 ലക്ഷമാണ് ഇടുന്നത്. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റത്തെ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി, 2 ലക്ഷം അതിൽ ക്യാഷ് ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഒരു 1 ലാക്ക് കിട്ടി. സെക്കൻഡ് ഇയർ 1 ലാക്ക് കിട്ടി. ഒരു തേർഡ് ഇയർ വീണ്ടും ഒരു 1 ലാക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ എത്രയായി? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു 2 ലാക്ക് കിട്ടി. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഒരു 1 ലാക്ക് കിട്ടി. തേർഡ് ഇയറിലോ നിങ്ങൾക്ക് വീണ്ടും ഒരു 1 ലാക്ക് കിട്ടുകയാണ്. ഇങ്ങനെ ടോട്ടൽ 4 ലാക്ക് ആയില്ലേ? അപ്പോൾ ഇത് എത്ര വർഷം എടുത്തു ഈ 4 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാൻ? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 2 ലക്ഷം കിട്ടി. സെക്കൻഡ് ഇയറിൽ 1 ലക്ഷം കിട്ടി. തേർഡ് ഇയറിൽ 1 ലാക്ക് കിട്ടി. ഇങ്ങനെ 3 വർഷം എടുത്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയത്, ഈ 4 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ സാധിച്ചത് അല്ലേ? നിങ്ങളിട്ട 4 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് 3 വർഷം പിടിച്ചു. ഇതാണ് ലോജിക്കലി എന്ത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ ഇത് സോൾവ് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് പഠിക്കാം അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോജക്റ്റ് എക്സ്. പ്രോജക്റ്റ് എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 4 ലക്ഷമാണ്. ജനറേറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ഡ്യൂറിങ് ഇറ്റ്സ് 8 ഇയർ ഓഫ് ലൈഫ്. ഓക്കെ, 8 വർഷമാണ് എന്ത് ഇവർക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ ഈ 8 വർഷത്തെ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാലോ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാലോ. ആ രീതിയിൽ ചെയ്തു വരുന്നതാണ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി തന്നിരിക്കുകയാണ്. നോ ഇഷ്യൂസ് അല്ലെ. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് 8 വർഷം വരെ ഉള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ പറയുന്നത് എന്താ, കാൽക്കുലേറ്റ് ദി പേ ബാക്ക് ഓഫ് പ്രോജക്റ്റ് എക്സ്. പ്രോജക്റ്റ് എക്സിൻ്റെ പേ ബാക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇനി സെക്കൻഡ് എന്താ പറയുന്നത്, പ്രകാശ് ലിമിറ്റഡ് സജസ്റ്റ് ദി പ്രകാശ് ലിമിറ്റഡ് ആസ് ടു വെദർ ഇറ്റ്സ് should invest in Project X if the company has determined payback period of 5 years. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ, പ്രോജക്റ്റ് എക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നാണ്. ഇതിൻ്റെ പ്രീ ഡിറ്റർമിനഡ്, അതായത് മുൻകൂട്ടി കണ്ടുവച്ചിരിക്കുന്ന പേ ബാക്ക് പീരീഡ്, നമ്മളൊരു 4 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 5 വർഷത്തിനകം കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനകം നമുക്ക് കിട്ടണം, അതാണ് പ്രീ ഡിറ്റർമിനഡ്. ഇനി 5 വർഷം എന്ന് കിട്ടുമെന്നും കരുതി, അപ്പോൾ 7 വർഷം കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ, അവിടെ ഒരു വേരിയൻസ് വന്നാലേ അത് നമുക്ക് നല്ലതാണോ? അല്ല, നമ്മൾ 5 വർഷം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉള്ളിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കണം. സോ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയണമല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയുന്നവരാണ്, അവർക്കിത് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയാം. ഓക്കെ, 2 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് തന്നെ 2 കേസുകളിൽ നമുക്ക് പറയാൻ സാധിക്കും. ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം, ക്യാഷ് ഫ്ലോസ് ആർ നോൺ യൂണിഫോം. ക്യാഷ് ഫ്ലോസ് ആർ നോൺ യൂണിഫോമിൻ്റെ കേസാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ നോൺ യൂണിഫോം ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താ, ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ, നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല, ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ 1 ലക്ഷം കിട്ടിയാൽ അടുത്ത ഇയർ ചിലപ്പോൾ 1,50,000 ആയിരിക്കും. എക്സാമ്പിളാണ്, അല്ലാണ്ട് 1,50,000 നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ കിട്ടുന്നതിനെയാണ് എന്ത് നോൺ യൂണിഫോം എന്ന് പറയുന്നത് അല്ലേ. അതായത് സെയിം അല്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങളിൽ 2 സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ. സോ ഫസ്റ്റ് എന്താ, സ്റ്റെപ്പ് നമ്പർ 1 ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്യാഷ് ഫ്ലോ ക്യുമുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് എഴുതിയെടുക്കുക. സ്റ്റെപ്പ് 1 എന്താ, ക്യാഷ് ഫ്ലോനെ ക്യുമുലേറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ, ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് ഫ്ലോനെ കൂട്ടി വരിക. ക്വസ്റ്റ്യനിലോട്ട് ഞാൻ എത്തുമ്പോൾ അത് പറഞ്ഞു തരാം എങ്ങനെ കൂട്ടണമെന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 2, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഇ പ്ലസ് ബി ബൈ സി. ഇതിൽ എന്താണ് ഇ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രസീഡിങ് ഇയർ ഓഫ് റിക്കവറി. നമ്പർ ഓഫ് പ്രസീഡിങ് ഇയർ ഓഫ് റിക്കവറി. ഓക്കെ, നമ്പർ ഓഫ് ഇയർ പ്രസീഡിങ് ഇയർ ഓഫ് റിക്കവറി. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ, ബാലൻസ് ടു ബി റിക്കവർഡ്. ബാലൻസ് ആയിട്ട് എത്ര റിക്കവർ ചെയ്യാനുണ്ട്. ഇനി സി എന്ന് പറയുന്നത് എന്താ, ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് റിക്കവറി. ഓക്കെ, ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് റിക്കവറി. ഈ ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. ഈ 2 സ്റ്റെപ്പുകളിലൂടെ നമുക്കിത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം.
അപ്പോൾ ഇനി ആൻസറിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ക്യുമുലേറ്റ് ദി ക്യാഷ് ഫ്ലോ അല്ലേ. ഇവിടെ പറയുന്നത് എന്താ, ക്യുമുലേറ്റ് ക്യാഷ് ഫ്ലോ ഓഫ് പ്രൊജക്ട് എക്സ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പ് 1 എന്താണ്, ക്യാഷ് ഫ്ലോ ക്യുമുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതെന്താ ഇത് ഓക്കെ, ഇവിടെ കണ്ട ഇയർ 1 തുടങ്ങി 8 വരെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിൽ തന്നതുപോലെ എന്ത് ചെയ്യുക, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എടുത്ത് എഴുതുക, എഴുതി അല്ലേ. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, ക്യാഷ് ഫ്ലോനെ ക്യുമുലേറ്റ് ചെയ്യണം അല്ലെ. ക്യുമുലേറ്റ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 60,000 കിട്ടിയല്ലേ. അപ്പോൾ ഇതുവരെയും കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ടോട്ടൽ ക്യാഷ് ഫ്ലോ എത്രയാണ്, 60,000 ആണ് ഫസ്റ്റ് ഇയർ വരെ. ഇനി രണ്ടാമത്തെ ഇയറിലോട്ട് ആയപ്പോൾ നിങ്ങൾക്ക് ഒരു 76,000 കൂടി കിട്ടി, ശരിയല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ഇയറിൽ നിങ്ങൾക്ക് എത്ര കിട്ടി, 60,000 കിട്ടി. സെക്കൻഡത്തെ ഇയറിൽ നിങ്ങൾക്ക് എത്ര കിട്ടി, 76,000 കിട്ടി. അപ്പോൾ 60,000 പ്ലസ് 76,000 എത്രയാ, 1,36,000 അല്ലേ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂട്ടി ഇതുവരെയും നമുക്ക് കിട്ടിയതാണ് എന്ത്, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1,36,000 കിട്ടി. ഇനി അടുത്ത് നോക്കും, ഞാനിവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതുവരെയും നമുക്ക് 1,36,000 കിട്ടി. എന്ത്, രണ്ടാമത്തെ വർഷം കിട്ടിയതാണോ, അല്ല, രണ്ടാമത്തെ വർഷം വരെയും കിട്ടിയതാണ് എന്ത്, 1,36,000. അപ്പോൾ രണ്ടാമത്തെ വർഷം കിട്ടിയത് എത്രയാ, അതല്ലേ ഇവിടെ കിടക്കുന്നത്, 76,000. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ 1,36,000 പ്ലസ് 50,000 ചെയ്ത് കഴിഞ്ഞാൽ 1,86,000 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ, അടുത്ത വർഷത്തെ കൂട്ടുക, എന്നിട്ട് നാലാമത്തെ വർഷം വരെയും ഇതുവരെയും കിട്ടിയത് എത്ര അത് കൂട്ടി വരിക അല്ലേ. അത് കൂട്ടണം എങ്ങനെയെന്ന് ഞാനിവിടെ മാർക്ക് വരെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളത് എങ്ങനെ കൂട്ടണം ഞാൻ പറയാനുള്ള, വീഡിയോൻ്റെ ലെങ്ത് കൂടും, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, 8ാമത്തെ വർഷം വരെ ചെയ്യുക. 8ാമത്തെ വർഷം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5,18,000 ആണ് എന്ത്, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, 8 വർഷത്തെ ക്യാഷ് ഫ്ലോ ആണോ 5,18,000, അല്ല, 8 വർഷം വരെയുമുള്ള ക്യാഷ് ഫ്ലോ, 8 വർഷം വരെയും നമുക്ക് കിട്ടിയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ് എന്ത്, 5,18,000 അല്ലേ. നമ്മൾ ഇതിനു വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്തു, 4 ലക്ഷം അല്ലേ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 8ാം വർഷം വരെ ആകുമ്പോൾ എത്രയാ, 5,18,000 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1 പൂർത്തീകരിച്ചു അല്ലേ. ഇനി എന്താ, നമ്മൾ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക എന്നതല്ലേ സ്റ്റെപ്പ് നമ്പർ 2, ശരിയല്ലേ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 എന്താ, ഇ പ്ലസ് ബി ബൈ സി, ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ, ഇ പ്ലസ് ബി ബൈ സി. ഇ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, നമ്പർ ഓഫ് ഇയർ പ്രെസീഡിങ് ഇയർ ഓഫ് റിക്കവറി. ഇ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്, ഇ എന്ന് പറഞ്ഞാൽ യെസ്, നമ്പർ ഓഫ് ഇയർ പ്രെസീഡിങ് ഇയർ ഓഫ് റിക്കവറി. എന്ന് വെച്ചാൽ എന്താ, എടാ നമുക്കിവിടെ എത്രയാണ് റിക്കവർ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 4 ലക്ഷം രൂപയാണ് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിക്കവർ ചെയ്യേണ്ടത് എന്താ, ആ 4 ലക്ഷമല്ലേ. അത് ഏത് വർഷമാണോ നമ്മൾ റിക്കവർ ചെയ്യുന്നത് അതിൻ്റെ മുമ്പത്തെ വർഷത്തിനെയാണ് എന്ത്, പ്രെസീഡിങ് ഇയർ എന്ന് പറയുന്നത്. ആ വർഷം വേണം എന്ത്, ഇ ആയിട്ട് എഴുതാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം, ഇ അല്ലേ, ഇതല്ലല്ലോ, എവിടെ ചെല്ലണം, അപ്പോൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ചെല്ലുക. നമ്മൾ നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണോ, അല്ല. അതിൻ്റെ പ്രശ്നം എന്താ, അത് ഓരോ വർഷവും എത്ര കിട്ടി ക്യാഷ് ഫ്ലോ എന്നാണ്. നമുക്ക് ഇതുവരെയും എത്ര കിട്ടി എന്നുള്ള ക്യാഷ് ഫ്ലോയിലോട്ട് പോകാം. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ നോക്കാം. നമുക്ക് വേണ്ടത് എത്രയാണ്, 4 ലക്ഷമാണ് വേണ്ടത്. ഞാനിവിടെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര, 4,62,000. അത് ഏത് വർഷമാണ് കിട്ടുന്നത്, 7ാം വർഷം 4,62,000 കിട്ടുന്നുണ്ട്. എനിക്ക് വേണ്ടത് 4,62,000 ആണോ, എനിക്ക് വേണ്ടത് 4 ലക്ഷം മതി. പക്ഷേ ഇതിൻ്റെ മുമ്പത്തെ വർഷം എന്താ, 3,82,000 റിക്കവർ ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ. അപ്പോൾ എനിക്ക് റിക്കവർ ചെയ്യേണ്ടത് 4 ലക്ഷമാണ്. അത് അകപ്പെടുന്നത്, അതായത് അത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏത് വർഷത്തിലാണ്, 7 വർഷത്തിലാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോയിലാണ്, ശരിയല്ലേ. സോ നമ്മുടെ ഇ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിക്കവർ ചെയ്യണതിനും ഉള്ള മുമ്പത്തെ വർഷം. നമ്മളിപ്പോൾ റിക്കവർ ചെയ്യുന്നത് 7ാം വർഷമാണെന്ന് മനസ്സിലായി. ഈ 4,62,000-ലാണ് 4 ലക്ഷം ഉള്ളത്. സോ അതിൻ്റെ മുമ്പത്തെ വർഷമായിട്ടുള്ള 6 വർഷം അല്ലെ, 6th ഇയർ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇ പ്ലസ് ഇനി എന്താ, ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ പ്രകാരം, യെസ്, ബാലൻസ് ടു ബി റിക്കവേർഡ് അല്ലെ, ബാലൻസ് ടു ബി റിക്കവേർഡ്. നമുക്ക് എത്ര ബാലൻസ് റിക്കവർ ചെയ്യാനുണ്ട് അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുന്ന പറഞ്ഞൂടെ, ജസ്റ്റ് ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കേണ്ട കാര്യം, നമുക്ക് മൊത്തത്തിൽ റിക്കവർ ചെയ്യാനുള്ളത് എത്രയാണ്, 4 ലക്ഷം. ഈ പച്ചയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, റിക്കവർ 4 ലക്ഷം എന്ന് കാണിക്കുന്നുണ്ട്. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ബാലൻസ് റിക്കവർ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഇതിലൊക്കെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോയിലോട്ട് വരിക. എടാ നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് 4 ലക്ഷമാണ് അല്ലേ. പ്രിസീഡിങ് ഇയറിലോട്ട് പോവുക അല്ലേ. പ്രിസീഡിങ് ഇയർ എത്ര, 6th ഇയർ ആണെന്ന് പറഞ്ഞു. 6th ഇയറിലെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ അതെ എത്ര, 6 വർഷം വരെ നമുക്ക് എത്ര ക്യുമുലേറ്റീവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, 3,82,000 കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. 3,82,000 കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 4 ലക്ഷമായിരുന്നു. അപ്പോൾ ഈ 3,82,000 നിന്ന് 4 ലക്ഷത്തിലോട്ട് എത്താൻ എത്ര കുറവുണ്ട്, 18,000 കുറവുണ്ടല്ലേ. അതിലെ ബാലൻസ്. എടാ സംഭവം ഇത്രേ ഉള്ളൂ. ബി എന്ന് പറയുന്നത് പ്രെസീഡിങ് ഇയറിൽ നമുക്ക് എത്രയും കൂടി റിക്കവർ ചെയ്യാനുണ്ടായിരുന്നു 4 ലക്ഷം ആവാൻ വേണ്ടി. സോ എന്താ,
4 ലക്ഷം ആവണമെങ്കിൽ 3,82,000 ഒപ്പം ഒരു 18,000 കൂടി വേണമായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കത് കണ്ടുപിടിക്കാൻ 6th ഇയറിലെ 3,82,000 മൈനസ് 4 ലക്ഷം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 18,000 എന്ന് കിട്ടും. അതിൽ ഞാനിവിടെ ചെയ്യുന്ന 3,82,000 മൈനസ് 4 ലക്ഷം. അപ്പോൾ എത്ര എനിക്ക് കിട്ടി, 18,000 കിട്ടി. അതാണ് ഈ 18. ഓക്കെ, അപ്പോൾ 6 എന്താ ഇ അല്ലേ, പ്ലസ് ബി 18,000 എന്ന് കിട്ടി. ഇനി സി കിട്ടണം. സി എന്താ, സി എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് റിക്കവറി അല്ലേ. ക്യാഷ് ഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് റിക്കവറി, നമ്മൾ റിക്കവർ ചെയ്തത് ഏത് വർഷമാണ്? 6th ഇയറിൽ നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ടോ? ഇല്ല. 3,82,000 വരെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. നമുക്ക് 4 ലക്ഷം കിട്ടണം. അപ്പോൾ ഈ 4 ലക്ഷം ഉൾപ്പെടുന്നത് ഏതിലാണ്? 4,62,000 ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള 7th ഇയറിലാണ് നമ്മൾ റിക്കവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ 7th ഇയറിലെ ക്യാഷ് ഫ്ലോ എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആണോ ചോദിച്ചത്? അല്ല, ക്യാഷ് ഫ്ലോ ആണ്. അതായത് 7ാമത്തെ വർഷത്തെ ക്യാഷ് ഫ്ലോ എത്ര, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് 7ാമത്തെ വർഷം 80,000 ആണ്. 7th ഇയറിൽ 80,000 ആണ്. സോ ഇ പ്ലസ് ബി ബൈ സി ആണ് നമ്മുടെ ഇക്വേഷൻ. ഇ എന്ന് പറയുന്നത് 6 ആണെന്ന് മനസ്സിലായി, ബി എന്ന് പറയുന്നത് 18,000 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സി എത്രയാ? സി 7th ഇയറിൽ 80,000 ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ 18,000 ഡിവൈഡഡ് ബൈ 80,000 പ്ലസ് 6 ചെയ്ത് കഴിഞ്ഞാൽ 6.225 ഇയേഴ്സ് ആണ് എന്ത് നമുക്ക് പേ ബാക്ക് പീരീഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഇനി സെക്കൻഡ് നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താണ്? സെക്കൻഡ് നമ്മുടെ അടുത്ത് ചോദിച്ചത് അവരുടെ പ്രീ ഡിറ്റർമൈൻഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു അല്ലേ. 5 വർഷത്തിനുള്ളിൽ ഈ 4 ലക്ഷം റിക്കവർ ചെയ്യുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ നമ്മൾ എത്ര വർഷത്തിനുള്ള റിക്കവർ ചെയ്യാൻ പോകുന്നത്? 6.225 ശരിയല്ലേ. ചെയ്യേണ്ട ഇവിടെ ആൻസർ ഉണ്ട്. സോ നമുക്കിത് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം അല്ലെ. ഷുഡ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്രൊജക്ട് ആസ് ദി ബ്രേക്ക് ഇവൻ എന്ന് വായിക്കരുത്. പേ ബാക്ക് പീരീഡ് ഓഫ് പ്രൊജക്ട് എക്സ് ഈസ് 6.225. ദാറ്റ് ഈസ് മോർ ദാൻ ദ പ്രീ ഡിറ്റർമിനഡ് പേ ബാക്ക് പീരീഡ് ഓഫ് 5 years ഓഫ് പ്രകാശ് ലിമിറ്റഡ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 5 വർഷം കൊണ്ട് കിട്ടുമെന്ന് കരുതുന്ന സാധനം നമുക്ക് കിട്ടാൻ പോകുന്നത് 6.225 years കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിട്ടേൺ. പൂർണ്ണമായിട്ടും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വേണ്ട. സോ സ്റ്റുഡൻസ്, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് കരുതുന്നു. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അതുപോലെ ഫർദർ ക്വസ്റ്റ്യൻസ് വേണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന്. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് 2 മെത്തേഡ്സുകളുണ്ട് അല്ലേ. ഒന്നെന്താ, പേ ബാക്ക് പീരീഡിൽ ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം, നോൺ യൂണിഫോം. ക്യാഷ് ഫ്ലോസ് ആർ നോൺ യൂണിഫോം ആണ് നമ്മളിപ്പോൾ ചെയ്തത് 2 സ്റ്റെപ്പുകളിലൂടെ അല്ലേ. ക്യാഷ് ഫ്ലോസ് ആർ നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഈച്ച് ഇയറിലും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം കേസ് എന്താ, ഈച്ച് ഇയറിലും എന്താണ്, സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 1 lakh ആണെങ്കിൽ സെക്കൻഡ് ഇയർ 1 lakh, തേർഡ് ഇയർ 1 lakh, ഫോർത്ത് ഇയർ 1 lakh. ഇനി ഫസ്റ്റ് ഇയർ 2 lakh ആണെങ്കിൽ സെക്കൻഡ് ഇയർ 2 lakh, 3 year 2 lakh. ഇങ്ങനെ സെയിം ആയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോമിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഫ് ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോമിൻ്റെ കേസാണ് ഇനി നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ ആണ് ഇക്വേഷൻ. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബിസിനസ് തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ ചായക്കട ഇടാൻ പോവുകയാണ്. 4 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെന്ന് എഴുതുക അല്ലേ. അപ്പോൾ ഈ 4 ലക്ഷം തുടക്കത്തിലിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഇനി നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ, നമുക്ക് ഓരോ വർഷത്തിനും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. മര്യാദക്കൊന്നും എഴുതിയിട്ടില്ല, നോക്കണ്ട, ഡ്രൈവിൽ എഴുതുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് 4 ലക്ഷം എന്ന് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഹാൻഡ് റൈറ്റ് നോക്കണ്ട, എഴുതണം, അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം. നമ്മുടെ ഇക്വേഷൻ എന്താ, ക്യാഷ് ഫ്ലോസ് ആർ യൂണിഫോം ആണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ആനുവൽ ക്യാഷ് ഫ്ലോ അല്ലേ. നമ്മൾ മൊത്തമായിട്ട് ഒരു വട്ടം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് ഫസ്റ്റ് ഇയറിൽ, അതായത് ആദ്യത്തെ വട്ടം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എത്ര, 4 ലക്ഷമാണ്. നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്, 1 ലക്ഷമാണ്. ഡിവൈഡഡ് ബൈ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം. അത് എത്ര ഇയറും ആവട്ടെ, നമ്മുടെ ക്യാഷ് ഫ്ലോ സെയിം ആണോ ആ 1 ലക്ഷം മാത്രം എടുത്ത് ഡിവൈഡ് ചെയ്താൽ മതി ഒരു ഇയറില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. 4 വർഷം കൊണ്ടായിരിക്കും നമ്മൾ ഇത് എന്താണ് റിക്കവർ ചെയ്യാമോ. നിങ്ങൾ തന്നെ നോക്കുക, ഒരു വർഷം നിങ്ങൾക്ക് 1 ലക്ഷം കിട്ടുന്നു, ഇൻറ്റു 4 വർഷം എത്രയും 4 ലക്ഷം കിട്ടി. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ 2 മെത്തേഡുകളാണ് ഉള്ളത്. സോ ഇതിൻ്റെ നോട്ട് വേണ്ടവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ സെക്ഷൻ ഇത്രയും ഉള്ളൂ.